ഡിവൈഎഫ്ഐ നേതാക്കളെ ആക്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതികൾ പോലീസ് പിടിയിലായി. 4 പേരെ കോടതി റിമാൻഡ് ചെയ്തു. പോരുവഴി ശൂർനാട് സ്വദേശികളാണ് അറസ്റ്റിലായത്. ഡിവൈഎഫ്ഐ നേതാക്കളെ മാരകായുധം ഉപയോഗിച്ച് ആക്രമിച്ച ശേഷം ഒളിവിൽ കഴിഞ്ഞ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ 4 പേരെ റിമാൻഡ് ചെയ്തു. പോരുവഴി പള്ളിമുറി എട്ടുകെട്ടുംവിള പടിഞ്ഞാറേപ്പുരയിൽ സിദ്ദിഖ്, ശൂർനാട് വടക്ക് തെക്കേമുറി അൻസില മനസ്സിലിൽ അൻസിൽ, നടുവിലെ മുറി സൂഫിയ മനസ്സിലിൽ അമാനുള്ള, പോരുവഴി കമ്പലടി ഷംന മനസ്സിലിൽ സദ്ദാം എന്ന് വിളിക്കുന്ന മുഹമ്മദ് സബിൻ ഷാ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. കേസിൽ മറ്റുള്ള 6 പ്രതികളെ അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. നടുവിലെ മുറി കലതിവിളത്തക്കതിൽ അൻവർ തെക്കേമുറി ചരുവിളത്തക്കതിൽ അൽബിലാൽ, പോരുവഴി കമ്പലടി സുബൈദ മനസ്സിലിൽ മുഹമ്മദ് സാദിഖ്, തെക്കേമുറി ചരുവിളത്തക്കതിൽ ഹാഷിം കമാൽ, പോരുവഴി പള്ളിമുറി കോട്ടയ്ക്കകത്ത് മുഹമ്മദ് അൽത്താഫ്, പോരുവഴി കമ്പലടി ചരുവിളത്തക്കതിൽ എസ് അബിൻഷാ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചത്. ഡിവൈഎഫ്ഐ പോരുവഴി കിഴക്ക് മേഖലാ സെക്രട്ടറി KS അനന്തകൃഷ്ണൻ, ശൂർനാട് മേഖലാ സെക്രട്ടറി അമൽകൃഷ്ണൻ, പ്രവർത്തകനായ ശൂർനാട് തെക്ക് നാലുമുക്ക് സ്വദേശി റിയാസ് എന്നിവർക്കാണ് ഇവരുടെ അക്രമത്തിൽ പരിക്കേറ്റത്. ജൂൺ 5 രാത്രിയായിരുന്നു സംഭവം. ചക്കുവള്ളി ജംഗ്ഷന് സമീപത്തെ തട്ടുകടയ്ക്ക് മുന്നിൽ നിന്ന യുവാക്കളെ ബൈക്കിലെത്തിയ സംഘം അസഭ്യം പറയുകയായിരുന്നു. തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഒളിവിൽ കഴിഞ്ഞ പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ശൂരനാട്.